ഹലോ, ഒരു പിക്ചർ വരയ്ക്കാൻ തുടങ്ങുക നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊന്ന് ബോർഡർ വരച്ചു കൊടുക്കും കേട്ടോ. അതെനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കല്ലാതെ വരയ്ക്കുന്നത് ഒരുമാതിരിയാണ് കേട്ടോ. ഞാൻ ഏതൊരു ചിത്രം വരയ്ക്കുകയാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോർഡർ ഒന്ന് സെറ്റാക്കി കൊടുക്കും. ഇന്ന് ഞാൻ വരയ്ക്കാൻ പോകുന്ന ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു എന്നാൽ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രോയിങ് ഒക്കെ വരയ്ക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ നല്ല രീതിക്ക് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കുകയാണ്. ഞാൻ കുറേ ദിവസമായിട്ടോ ഇങ്ങനെ ഒരു ആർട്ടും ഇങ്ങനെ കുറേ നോക്കി, പിൻട്രസ്റ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരു മോഡൽ എടുത്തിട്ടുള്ളത്. കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഡോറും അതേപോലെ തന്നെ അവിടെ ഒരു ട്രീ ഒക്കെ വരുന്ന ഒരു ആർട്ട് കുറേ തപ്പി ഈ അടുത്താണ് കേട്ടോ ഇങ്ങനെ ഒരു പിക്ചർ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വൈകണ്ട, പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ഡ്രോയിങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഷോർട്സാണ് ഇടാറുള്ളത്. പക്ഷേ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ കൂടിയാണ്. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഒന്ന് എടുത്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രീയിൽ ഞാൻ ആ ബ്രാഞ്ചുകൾ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള പാർട്ടുകളൊന്നും വരയ്ക്കണമെന്ന് ഇല്ലയെന്ന് തോന്നിയിട്ടു. ആ ഒരു ഡോറിൻ്റെ കളറായിട്ട് ഞാൻ കൊടുക്കുന്നത് ഒരു യെല്ലോ കളറാണ്. ആ ഒരു യെല്ലോ കളറിലാണ് ആ ഒരു ഡോറ് കൊടുക്കുന്നത്. ആ യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചറിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാനിതിൽ പിന്നെ ഒരു ഫ്ലവർ പോട്ട് കൂടെ അതിനെടുത്തിട്ടുണ്ട്. ആ ഒരു പോട്ടിന് ഞാനൊരു വയലറ്റ് കളറാണ് കേട്ടോ അതിന് കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ സ്പൈൻസൊക്കെ വരുന്ന ആ ഒരു ഫ്ലവറല്ല, ഒരു ചെടി ഉണ്ടല്ലോ, ആ ഒരു ചെടിയാണ് കേട്ടോ കൊടുക്കുന്നത് ഗ്രീൻ വെച്ചിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഡോറിന് ചുറ്റും വരുന്ന ഒരു വാൾ പോലുള്ള സംഭവം. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു ഡോറാണ് കേട്ടോ. ഈ ഒരു പിക്ചറിൻ്റെ ഹാർട്ട് എന്ന് തന്നെ പറയാൻ പറ്റിയ ഒന്നാണ് അതിൻ്റെ ഡോറെന്ന് പറയുന്നത്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ബ്ലൂ അല്ല, ഒരു ലൈറ്റ് ബ്ലൂ കളർ മൊത്തം അങ്ങനെ കട്ട വെച്ച പോലെ മൊത്തം അതിനകത്തൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ സൈഡിൽ കൂടെ ഇതേ ഒരു ബ്ലൂ കളർ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ അത് കൊടുത്താലാണ് കൂടുതൽ ഭംഗി കേട്ടോ. ഞാൻ പിന്നെ നമ്മൾ ഫസ്റ്റ് കൊടുത്ത് അതൊന്ന് ഉണങ്ങി വന്നിട്ട് രണ്ടാമത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ആ ഡോറ് കൊടുത്ത് അതൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ആ ഒരു അരികിൽ നമുക്കൊന്ന് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിനകത്ത് ഞാൻ വാങ്ങിച്ച സമയത്ത് പോയിൻ്റ് ബ്രഷ് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കറക്റ്റ് ഒരു പോയിൻ്റ് ബ്രഷ് എന്ന് പറയാനായിട്ട് പറ്റില്ല കേട്ടോ. പോയിൻ്റ് ബ്രഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെയല്ല. ഞാൻ എന്തായാലും ചെറിയ പോർഷനൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാറുണ്ട്. വലിയ ബ്രഷിനെക്കാട്ടും കുറച്ചും കൂടെ കംഫർട്ടാണ് കേട്ടോ. പിന്നെ ഞാനിതിപ്പം പോയിൻ്റ് ബ്രഷായിട്ടും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ കടയിലൊക്കെ അന്വേഷിച്ചു, പക്ഷേ ആ ഒരു പോയിൻ്റ് ബ്രഷ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണിത് ഇപ്പം ഞാനിതൊരു പോയിൻ്റ് ബ്രഷായിട്ടും അതേപോലെ തന്നെ ചെറിയ പോർഷനൊക്കെ കൊടുക്കുന്ന സമയത്തും ഈ ഒരു ബ്രഷാണ് ഞാനിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഡോറിൻ്റെ മുകളിൽ ആ ഒരു ബ്ലൂ ലൈനിങ് കൂടെ പോകുന്നുണ്ട്. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാലാണ് കേട്ടോ ഈ ഒരു ഡോറ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഭംഗി വരാനായിട്ട് പോകുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോറിൻ്റെ താഴ്വശമുണ്ട്, അവിടെയും ഈ സെയിം കളർ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു മെത്തേഡിൽ നമ്മളത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഒരു ആയിട്ടുള്ള ആൾ എങ്ങനെയാണ് ഇതൊന്ന് വരച്ചിട്ട് ഇതിൻ്റെ കളറിങ് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ഫുള്ളായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നുള്ളത് ട്രീ ആണ്. അപ്പം ട്രീയിൽ ഞാൻ ഡയറക്റ്റ് ആ ഒരു നമ്മുടെ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ബ്രൗൺ കളർ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബ്രാഞ്ചൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് വെക്കുന്നുണ്ട്. പിന്നെ അതാണ് അതിൻ്റെ പോർഷൻ. പിന്നെ നമ്മുടെ ഡോറിൻ്റെ ആ ഒരു സംഭവമില്ലേ റൗണ്ട് പോലെയുള്ള അതിൻ്റെ ആ ഒരു ലോക്ക് ചെയ്യുന്നൊരു പോർഷന്, അതും ഞാനിത് സെയിം ബ്രൗൺ കളർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് ട്രീൻ്റെ മുകളിൽ പിന്നെ ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ഡോറ് നമ്മൾ ഈ ഒരു ട്രീ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഞാനതിൻ്റെ ബ്രാഞ്ച് മാത്രമേ വരച്ചിട്ടുള്ളൂ, വേറെ ഒന്നും വരച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കളർ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നത് കൂടുതൽ നല്ലത്. അപ്പം ഞാൻ പിങ്ക് കളർ എടുക്കുന്നുണ്ട്. നമ്മൾ വരയ്ക്കുന്നത് ഒരു ബോഗൻവില്ല ട്രീ ആണ് കേട്ടോ വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതിന് പിങ്ക് കളറ് എടുത്തിട്ടുള്ളത്. പിങ്ക് കളർ വെച്ചിട്ട് അതിൻ്റെ ഓരോ പോർഷനിലും ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതേ സെയിം മെത്തേഡിൽ എവിടെയൊക്കെയാണോ നമുക്ക് ലീഫ് ആവശ്യമായിട്ടുള്ളത് അവിടെ എന്ത് ചെയ്യുക, ഗ്രീൻ കളർ എടുക്കുക, ആ ഒരു വശത്തൊക്കെ കൊടുക്കുക. ആ ഒരു
സെയിം മെത്തേഡ് തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോർഷൻ ഇങ്ങനെയാണ് ഞാൻ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച് അതിൻ്റെ കളറ് കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പിനെയാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എവിടെയാണോ നമുക്ക് ഇപ്പോൾ ലൈറ്റും ഡാർക്കും രണ്ട് സെക്ഷനായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും. അതായത് ലൈറ്റ് വരുന്ന ഭാഗം ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പിക്ചറിൽ നമ്മളിപ്പം സെക്കൻഡ് പോർഷൻ കൊടുക്കുമല്ലോ, ആ ഒരു സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ അതിൻ്റെ ഡാർക്ക് പോർഷനായിട്ട് നമുക്ക് തോന്നുന്നത് ആ ഒരു വശമാണ് കൊടുക്കേണ്ടത്. അത് അവിടെ എവിടെയും കൊടുക്കാൻ പാടില്ല. നമുക്ക് ഇന്ന സൈഡ് ഇപ്പം ഡാർക്കായി തോന്നി, എനിക്കിപ്പോൾ ഈ ഒരു സൈഡ് ഡാർക്കായി തോന്നി, അപ്പോൾ അവിടേക്ക് മൊത്തം ഞാൻ ഇതേ സെയിം കളർ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ലൈറ്റ് വരുന്ന പോർഷനും ഉണ്ടാകും, അതുപോലെ ലൈറ്റ് വരാത്ത പോർഷനും ഉണ്ടാകും. അപ്പോൾ ലൈറ്റ് വരാത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡാർക്കായിട്ടുള്ള റീജിയൻ ആയിരിക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇതിനകത്തും ശ്രദ്ധിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈഡ് എനിക്ക് ഡാർക്ക് പോലെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു യെല്ലോയിൽ ബ്രൗൺ മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡോറിൽ സെക്കൻഡ് പോർഷൻ കൊടുത്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ അടുത്തിടെ ആഡ് ചെയ്യുന്നത് ഗ്രീൻ കളറ്, അതായത് ഡാർക്ക് ഗ്രീൻ കളർ എടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ ലീഫിലും നമ്മൾ ഡാർക്കായിട്ടുള്ള പോർഷൻ ഒന്ന് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതെല്ലാ വശത്തും ഞാനൊന്ന് കൊടുത്ത് സെറ്റാക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബോഗൻവില്ലേൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പോർഷന് നമ്മൾ ലൈറ്റും ഡാർക്കും സെക്കൻഡ് പോർഷൻ ഇവിടെ കൊടുത്ത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാനായിട്ടുള്ളത് ഇപ്പം എല്ലാ പോർഷനിലും അങ്ങനെ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ട്രീ വരച്ചിട്ടുണ്ട്, ആ ഒരു ട്രീക്കും ഇതേപോലെ തന്നെ കൊടുക്കണം കേട്ടോ. ട്രീൻ്റെ താഴെ ഞാൻ കുറച്ച് എന്താ പറയുക ഈ ഒരു കല്ലുകളാണ് വരച്ചിട്ടുള്ളത്. അതിനും ഞാനൊരു വയലറ്റാണ് വെച്ചിട്ടാണ് ആദ്യം അത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സെയിം കളർ വെച്ചിട്ട് അതിൻ്റെ ഡാർക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രീൻ്റെ മുകളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ട്രീൻ്റെ എല്ലാ ബ്രാഞ്ചും കാണുന്ന കുറച്ച് ബ്രാഞ്ചുകളുണ്ട്, ആ ഒരു ബ്രാഞ്ചിൽ മൊത്തം ആ ഒരു സെക്കൻഡ് പോർഷൻ ഇവിടെ കൊടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് വരുന്നത്. പിന്നെ ഇനി ഫൈനൽ സ്റ്റേജാണ്. ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിക്ചർ വരച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റേജ്. അതിലാണ് നമ്മളിവിടെ പോയിൻ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ പോയിൻ്റ് ബ്രഷ് ഈ ഒരു ബ്രഷാണുള്ളത്. ഞാനിതിപ്പം പോയിൻ്റ് ബ്രഷായിട്ടും അതേപോലെ ചെറിയ പോർഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഒരു ഡോറിൻ്റെ മുകളിൽ ബ്രൗൺ കളർ ലൈൻ അങ്ങോട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പോട്ടും ഇതേ വെച്ച് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. പിന്നെ അതിന് ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടാണ് അതിൻ്റെ മറ്റ് പോർഷനും കൂടെ ഞാനൊന്ന് കൊടുത്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ സെക്കൻഡ് കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇത് കൊടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു പിക്ചറിൻ്റെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഈ ഒരു പോയിൻ്റ് ബ്രഷും കൂടെ കൊടുക്കുന്ന സമയത്താണ് ആ ഒരു പിക്ചറിൻ്റെ കംപ്ലീറ്റ് എന്ന് പറയുന്നത് അവിടെയായിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ഒരു രീതിക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതിൽ ലീഫ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലൈറ്റും ഡാർക്കും ഈ ഗ്രീൻ ലീഫ് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡാർക്ക് ഗ്രീൻ കളർ എടുക്കുക, പിന്നെ ലൈറ്റ് ഗ്രീൻ കളർ എടുക്കുക. അതിൻ്റെ ഓരോ ലീഫും ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ ഒരു പോർഷൻ സെറ്റ് ആവും കേട്ടോ. പിന്നെ അങ്ങനെ ആ ഒരു ലീഫ് മൊത്തം ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ലീഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ഓരോ ലീഫായിട്ട് വരയ്ക്കാൻ ഇപ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗ്രീനിലേക്ക് കുറച്ച് ബ്ലൂ ആഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു പോർഷൻ അവിടെ സെറ്റായിട്ട് വരും കേട്ടോ. പിന്നെ അതിന് മാത്രം നമ്മൾ കൊടുത്താൽ പോരാ, അതിൻ്റെ ഫ്ലവറിനും അതേപോലെ ബാക്കി എന്തൊക്കെ കാര്യത്തിനാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ പോയിൻ്റ് ബ്രഷ് വെച്ച് കൊടുക്കുന്ന സമയത്താണ് ആ ഒരു പിക്ചറിനൊരു ജീവനായി വരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ അത് ഓരോ ലീഫുകൾ എവിടെയൊക്കെയാണോ ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ളത് ആ ഒരു പാർട്ടിലൊക്കെ ആ ഒരു കളർ കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഫ്ലവറിനും സെയിം മെത്തേഡ് തന്നെ കൊടുക്കാം. ഇപ്പോൾ ഫ്ലവറിലാണെങ്കിൽ എവിടെയൊക്കെയാണോ ഫ്ലവറിൽ വെച്ചാൽ ഒരു ബോഗൻവില്ലയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിങ്ങനെ റൗണ്ട് പോലെ ഇങ്ങനെ സെപ്പറേറ്റ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. റെഡ് കളർ വെച്ചിട്ട് അങ്ങനെ ഓരോന്നും ഞാനവിടെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഫ്ലവറിൻ്റെ പോർഷന് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിനിടയ്ക്ക് എവിടെയൊക്കെ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ കളർ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഇതേ മെത്തേഡിൽ, അതായത് സെയിം മെത്തേഡിൽ തന്നെ കൊടുത്താൽ മതി. ഇത് കൊടുത്തു കഴിഞ്ഞാലും ഏകദേശം ഈ ഒരു പിക്ചർ ഇതിൻ്റെ കംപ്ലീറ്റ് ലെവലിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള വശത്ത് എവിടെയൊക്കെ നമ്മളിത് വരച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഇതിങ്ങനെ കൊടുത്ത് പോകട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു മെത്തേഡിൽ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യട്ടോ. ഈ ബോഗൻവില്ല ട്രീ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നല്ല ഹൈറ്റിൽ പോകുന്നൊരു ട്രീ ആണില്ലേ ബോഗൻവില്ല.
അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഫ്ലവേഴ്സും അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് അതിങ്ങനെ ഓരോ വശവും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രീൻ്റെ മുകളിൽ ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ കൊടുക്കണേ. ട്രീൻ്റെ മുകളിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൗണിൽ വേറെ ഏതെങ്കിലും ഒരു കളറൊക്കെ മിക്സ് ചെയ്ത് ഒക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എന്താ പറയുക, ബ്രൗണിനകത്തേക്ക് ഒരു വയലറ്റൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ട്രീൻ്റെ ഒരു പോർഷൻ അവിടെ കൊടുത്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിന് എവിടെയൊക്കെയാണോ നമ്മുടെ ബ്രാഞ്ച് പോയിട്ടുള്ളത് അവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ട്രീൻ്റെ പോർഷൻ അവിടെ സെറ്റായിട്ട് വരും കേട്ടോ. പിന്നെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ഒരു എന്താ പറയുക കല്ല് പോലെ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഓരോ കല്ലുകൾ പോലെ തോന്നാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഞാൻ ഡാർക്ക് വയലറ്റ് എടുത്തിട്ടാണ് ഓരോ കല്ലുകൾ പോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു പോർഷനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ ഫ്ലവർ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ, അതിങ്ങനെ കാറ്റടിക്കുമ്പോൾ എന്താവും, ഫ്ലവറൊക്കെ ഇങ്ങനെ താഴേക്ക് വീഴും. അപ്പോൾ അതുപോലെ തോന്നാൻ വേണ്ടി കുറച്ച് ഇതളുകളും കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴ്ഭാഗത്ത് വീണതാണ്. അപ്പോൾ അത് അങ്ങനെ ഈ ഒരു ഇതളിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഞാനത് കുത്തിട്ട ശേഷം പിന്നെ അതൊരു ഷേപ്പാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു മെത്തേഡിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ ഏകദേശം ഇതിലിപ്പം കംപ്ലീറ്റായി. ഇപ്പോൾ പോയിൻ്റ് ബ്രഷ് കൊടുത്ത് എല്ലായിടത്തും വെച്ചു. പിന്നെ ഞാനൊരു വൈറ്റ് എടുത്തിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്നത്, അതായത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുള്ള ഫ്ലവറിൻ്റെ പോർഷനിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ ഒരു ആർട്ട് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ഇതുപോലെ ഡ്രോയിങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതേപോലുള്ള സിമ്പിൾ മെത്തേഡും ട്രിക്കൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, ബൈ.